Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ പീരീഡ്സ് ഇൻ മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് ആണ്. A global period is a defined time frame established by Medicare or insurance providers during which all routine services related to a surgical procedure are bundled into a single payment. This system ensures consistency in billing and prevents additional charges for post-operative care that is considered part of the procedure. Global periods vary depending on the complexity and recovery time of the procedure. So global period എന്ന് പറയുന്നത് മെഡിക്കെയർ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് റുട്ടീനായിട്ട് കൊടുക്കുന്ന സർവീസസിന് അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെ കൂടെ ബണ്ടിൽ ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ടൈം ഫ്രെയിമാണ്. അതായത് ഇപ്പോൾ ഒരു സർജറി അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു റിക്കവറി പീരീഡും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഉണ്ടാവും. ആ ടൈം ഓരോ പ്രൊസീജിയറിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റിക്കവറി ടൈമൊക്കെ അനുസരിച്ച് അത് നമ്മൾ സർവീസസ് ബണ്ടിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ഗ്ലോബൽ പീരീഡ് എന്ന് പറയുന്നത്. സോ ഇത് ഓരോ സർവീസിൻ്റെ കോംപ്ലക്സിറ്റിയും റിക്കവറി ടൈമും വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഗ്ലോബൽ പീരീഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഫോർ സിമ്പിൾ പ്രൊസീജിയർ. സിമ്പിൾ ഒരു പ്രൊസീജിയർ ആണെങ്കിൽ 0 day ഗ്ലോബൽ പീരീഡ് ആണ് ഉണ്ടാവുക. സെക്കൻഡ് വൺ ഇസ് ഫോർ മൈനർ പ്രൊസീജിയർ, ദാറ്റ് ഇസ് 10 day ഗ്ലോബൽ പീരീഡ് ആണ് ഉണ്ടാവുക. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫോർ മേജർ പ്രൊസീജിയർ വിച്ച് ഇസ് 90 day ഗ്ലോബൽ പീരീഡ്. ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾ പ്രൊസീജിയർ ആണ്. വാട്ട് ഇറ്റ് മീൻസ് എന്ന് നോക്കാം. കെയർ ഇസ് കവേർഡ് ഓൺലി ഓൺ ദ ഡേ ഓഫ് ദി പ്രൊസീജിയർ. എനി പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ്സ് ബിയോണ്ട് ദിസ് ഡേ ആർ ബിൽഡ് സെപ്പറേറ്റ്ലി. സോ ഒരു സിമ്പിൾ പ്രൊസീജിയറിൻ്റെ കേസ് വരുമ്പോൾ ആ ഒരു പ്രൊസീജിയറിൻ്റെ സെയിം ഡേയിൽ മാത്രമായിരിക്കും കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈം എന്നുള്ള ഒരു കൺസിഡറേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ദാറ്റ് ഇസ് അത് ബണ്ടിൽഡ് അല്ല. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റുകളൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ്ലി തന്നെ ബിൽ ചെയ്യേണ്ടതാണ്. സോ ഇവിടെ ഒരു ഗ്ലോബൽ പീരീഡ് എന്ന് പറയുന്നത് 0 days ആണ്. And why? These procedures are straightforward, involve minimal recovery time and typically do not require follow-up care. So ഈ ഒരു സിമ്പിൾ പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പ്രൊസീജിയർ ചെയ്യാവുന്നതും മിനിമൽ റിക്കവറി ടൈമും അതുപോലെ ഫോളോ അപ്പ് കെയർ തന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ പ്രൊസീജിയറിൻ്റെ അണ്ടറിൽ കാറ്റഗറൈസ് ചെയ്യുക. സോ എക്സാമ്പിൾസ് ഫോർ സിമ്പിൾ പ്രൊസീജിയേഴ്സ് നോക്കുകയാണെങ്കിൽ മോൾഡ് റിമൂവൽ, a quick procedure requiring no follow-up ആണ്. നെക്സ്റ്റ് വൺ സ്മോൾ ആബ്സെസ് ഡ്രെയിനേജ്. വൺസ് ഡ്രെയിൻഡ് നോ ഫർദർ മോണിറ്ററിങ് ഇസ് യൂഷ്വലി നെസസറി. സോ ഇതുപോലെയുള്ള ഒരു മോൾ റിമൂവൽ അല്ലെങ്കിൽ സ്മോൾ ആബ്സെസ് ഡ്രെയിനേജ് അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ യൂഷ്വലി ഈ ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സിന് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആവശ്യമായിട്ട് വരുന്നതല്ല. ബട്ട് ഒരു ഫോളോ അപ്പ് വിസിറ്റൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് സെപ്പറേറ്റ്ലി തന്നെ ബിൽ ചെയ്യേണ്ടി വരും. സോ ദ സെക്കൻഡ് വൺ ഇസ് മൈനർ പ്രൊസീജിയേഴ്സ്. ഇതിൻ്റെ ഒരു ഗ്ലോബൽ പീരീഡ് വരുന്നത് 10 days ആണ്. വിച്ച് മീൻസ് കെയർ ഇസ് ബണ്ടിൽഡ് സ്റ്റാർട്ടിംഗ് ഓൺ ദ പ്രൊസീജിയർ ഡേ ആൻഡ് എക്സ്റ്റെൻഡിങ് ഫോർ 10 days ആഫ്റ്റർ. ദിസ് ഇൻക്ലൂഡ്സ് റുട്ടീൻ ഫോളോ അപ്പ് വിസിറ്റ് സച്ച് ആസ് വൂണ്ട് ചെക്സ് ഓർ സ്യൂച്ചർ റിമൂവൽ. സോ ഒരു പ്രൊസീജിയർ ചെയ്ത് ആ പ്രൊസീജിയർ ആ ഡേ തൊട്ടിട്ട് ഒരു 10 days വരെയുള്ള കാര്യങ്ങളായിരിക്കും മൈനർ പ്രൊസീജിയറിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് ഈ 10 daysനുള്ളിലുള്ള ഫോളോ അപ്പ് വിസിറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വൂണ്ടാണെങ്കിൽ ആ വൂണ്ടിൻ്റെ ചെക്കപ്പ് അല്ലെങ്കിൽ സ്യൂച്ചർ റിമൂവൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 10 daysനുള്ളിൽ വരികയാണെങ്കിൽ അതെല്ലാം ബണ്ടിൽഡ് ആണ്. അപ് ടു 10 days ഉള്ള എല്ലാ കെയറും ബണ്ടിൽഡ് ആണ്. നമ്മൾ സെപ്പറേറ്റ്ലി ബിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. And next, why? Minor procedures may require a short recovery period and basic monitoring to ensure proper healing. അപ്പോൾ മൈനർ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് റിക്കവറി പീരീഡ് 10 days ഓഫ് കെയർ ഒക്കെ മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അതുപോലെ ബേസിക് മോണിറ്ററിങ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നെക്സ്റ്റ് എക്സാമ്പിൾസ് ആണ് മൈനർ വൂണ്ട് റിപ്പയർ. ഫോളോ അപ്സ് മേ ബി നീഡഡ് ടു ചെക്ക് ഫോർ ഇൻഫെക്ഷൻ ഓർ റിമൂവൽ ഓഫ് സ്റ്റിച്ചസ്. അപ്പോൾ മൈനർ വൂണ്ട് റിപ്പയർസ് ഒക്കെ ആണെങ്കിൽ ഒരു 10 days ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറേ ആവശ്യമായിട്ട് വരുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് ആബ്സെസസ് ആണ്. ഹീലിംഗ് പ്രോഗ്രസ് ഇസ് മോണിറ്റർ ടു എൻഷുർ നോ റെക്കറൻസ്. ഒരു റെക്കറൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് ആബ്സെസസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ
അതിനും നമ്മളൊരു മൈനർ പ്രൊസീജിയർ ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഈ മൈനർ പ്രൊസീജിയറിൻ്റെ അപ് ടു 10 days പ്രൊസീജിയറിൻ്റെ ആ ഡേ തൊട്ടുള്ള 10 days ആണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. തേർഡ് വൺ ഇസ് മേജർ പ്രൊസീജിയേഴ്സ്. 90-day ഗ്ലോബൽ പീരീഡ് ആണ്, അതായത് 3 months ഓഫ് ഗ്ലോബൽ പീരീഡ് ആണ് പറയുന്നത്. It means that coverage begins 1 day before the surgery, which include preoperative evaluations, includes the procedure day and extends for 90 days post-operatively. Routine follow-up visits during this time are bundled into the global fee. അപ്പം ഇവിടെ സർജറിയുടെ 1 day ബിഫോർ ആ ഒരു പ്രീ ഓപ്പറേറ്റീവ് ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് ദെൻ പ്രൊസീജിയർ ഡേ ദെൻ അപ് ടു 90 days ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു 90 daysനുള്ളിൽ എന്തൊക്കെ കെയർ കിട്ടിയിട്ടുണ്ട്, ഫോളോ അപ്പ് വിസിറ്റ്സ് ചെയ്തിട്ടുണ്ട്, റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ബണ്ടിൽഡ് ആണ് ഇൻ ടു ദി ഗ്ലോബൽ ഫീ. അപ്പോൾ ഈ ഗ്ലോബൽ ഫീ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഒരു സർജറിക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സർജറിയിൽ ആ ഒരു പേയ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗ്ലോബൽ പീരീഡിൽ വരുന്നത്. സോ ഒരു മേജർ പ്രൊസീജിയർ ആണെങ്കിൽ ആ ഒരു പേയ്മെൻറ്റിൽ നമുക്ക് അപ് ടു 90 days വരെയുള്ള സർവീസസ് ഒക്കെ എല്ലാം ബണ്ടിൽഡ് ആയിരിക്കും. ഓക്കെ, ഇനി മൈനർ പ്രൊസീജിയർ ആകുമ്പോൾ അപ് ടു 10 days വരെയുള്ളതാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാവും. എന്ത് സർവീസാണോ കിട്ടിയത് അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കൊടുക്കുക. സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ആ ഒരു സെയിം ഡേയിൽ മാത്രമുള്ള സർവീസസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി മേജർ പ്രൊസീജിയറിൻ്റെ കേസിൽ മേജർ സർജറീസ് റിക്വയർ എക്സ്റ്റെൻഡഡ് റിക്കവറി ടൈംസ്, frequent follow-ups and monitoring for potential complications such as infection, improper healing or the need for adjustments in care plans. So മേജർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് റിക്കവറി ടൈമും ഹ്യൂജ് ആയിരിക്കും, ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ആയിരിക്കും. അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫോളോ അപ്സ് ആവശ്യമായിട്ട് വരും. അതുപോലെ കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസോ ഇംപ്രോപ്പർ ഹീലിങ്ങോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കെയറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ റുട്ടീനായിട്ട് ഫോളോ അപ്പ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ് റിക്വയർ ഫിസിക്കൽ തെറാപ്പി ആൻഡ് മൾട്ടിപ്പിൾ ചെക്കപ്സ് ടു എൻഷുർ ജോയിൻറ്റ് ഫങ്ഷൻ. അപ്പോൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് സർജറി ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫിസിയോതെറാപ്പിയൊക്കെ ആവശ്യമായിട്ട് വരും. അതുപോലെ മൾട്ടിപ്പിൾ ചെക്കപ്സ് വേണ്ടി വരും, ഈ ജോയിൻറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഫോളോ അപ്പ് റീചെക്കിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് വൺ ഇസ് ഹാർട്ട് സർജറീസ് ആണ്. ഡിമാൻഡ് ലോങ് ടേം ഫോളോ അപ്പ് ഫോർ വൂണ്ട് കെയർ, മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് മോണിറ്ററിങ് ഓഫ് കാർഡിയാക് റിക്കവറി. അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് പ്രൊസീജിയേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളതിന് ലോങ് ടേം ഫോളോ അപ്പ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതുപോലെ മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും, അതായത് പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമായിട്ട് വരും. സോ അതൊക്കെയാണ് ഈ മേജർ പ്രൊസീജിയേഴ്സിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ദ കീ ഫീച്ചേഴ്സ്. First one is bundling services ആണ്. All routine care directly related to the procedure is included, ensuring predictable cost for patients and payers. അപ്പോൾ ബണ്ടിലിംഗ് സർവീസസ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറിന് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കെയറും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ദാറ്റ് ഒരു പേഷ്യൻറ്റിനോ പേയേഴ്സിനോ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊസീജിയറിനുള്ള പേയ്മെൻറ്റ് എന്താണ് എന്നുള്ളത് പ്രൊഡക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. Next one is transparency. By defining what is included in the procedure's fee, the global period minimizes billing disputes and foster clear communication about cost. ഇപ്പോൾ നമുക്കൊരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ഇതിനൊക്കെ ഇത്ര പേയ്മെൻ്റ് ആണ് അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ അത് ഡിസ്പ്യൂട്ട്സിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പീരീഡ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും, മൈനർ പ്രൊസീജിയറിന് ഇങ്ങനെയാണ്, മേജർ പ്രൊസീജിയറിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ് എന്നുള്ളതൊരു പ്രോപ്പർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. സോ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. തേർഡ് വൺ ഇസ് എക്സ്ക്ലൂഷൻസ് ആണ്. സർവീസസ് അൺറിലേറ്റഡ് ടു ദി പ്രൊസീജിയർ. എക്സാമ്പിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് അൺറിലേറ്റഡ് കണ്ടീഷൻസ് ഓർ കോംപ്ലിക്കേഷൻസ് ദാറ്റ് റിക്വയർ ന്യൂ ഇൻ്റർവെൻഷൻസ് ആർ ബിൽഡ് സെപ്പറേറ്റ്ലി. സോ ഒരു സർവീസിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരാൾ വന്നിട്ടുള്ളത് ഒരു സർവീസിനാണ്, അതിന് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസോ പ്രൊസീജിയറോ ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അത് സെപ്പറേറ്റ്ലി ബില്ല് ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനൊരു പീരീഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫോമാറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. സോ അതിന് നമ്മൾ സെപ്പറേറ്റ്ലി ബില്ല് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. Fourth one is efficiency. The system reduces administrative burdens for payers and providers while ensuring the patients receive necessary follow-up care without unexpected charges. So, ഇതിൻ്റെ efficiency മെയിനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻസ് ഓഫ് പേയേഴ്സും പ്രൊവൈഡേഴ്സും ആണ് മെയിനായിട്ട്. അപ്പം നമ്മുടെ പേയേഴ്സിനും പ്രൊവൈഡേഴ്സിനും എൻഷുർ ചെയ്യാൻ പറ്റും ഈ ഒരു പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് കെയർ ഒക്കെ നെസസറി ആയിട്ടുള്ളതെല്ലാം കിട്ടുന്നുണ്ട് വിത്തൗട്ട് അൺഎക്സ്പെക്റ്റഡ് ചാർജസ് എന്നുള്ളത്. എന്ത് ടൈപ്പ് ഓഫ് ഇപ്പോൾ ഒരു മേജർ പ്രൊസീജിയറാണ് അണ്ടർഗോ ചെയ്തതെങ്കിൽ ആൾക്ക് പ്രോപ്പറായിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ 90 ഡേയ്സിലേക്കുള്ള കെയർ കിട്ടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻസ് എല്ലാം അവോയ്ഡ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് വൺ ഇസ് വൈ ഇറ്റ് മാറ്റേഴ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ് ആണ്. ഈ ഒരു ഗ്ലോബൽ പീരീഡ് സിസ്റ്റം വന്നിട്ടുള്ളത് എങ്ങനെയാണ് പേഷ്യൻസിനും പ്രൊവൈഡേഴ്സിനും ഇൻഷുറേഴ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ അവരുടെ സൈഡിൽ അതെന്താണ് ബെനിഫിറ്റ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഫോർ പേഷ്യൻസ് ആണ്. എൻഷുർ ദേ നോ വാട്ട് ഫോളോ അപ്പ് കെയർ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊസീജിയേഴ്സ് കോസ്റ്റ്. അവരുടെ പേയ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കോസ്റ്റിൽ എന്തെല്ലാം സർവീസസ് അല്ലെങ്കിൽ ഫോളോ അപ്പ് കെയർ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് പ്രിവെൻറ്റ്സ് അൺഎക്സ്പെക്റ്റഡ് ചാർജസ് ഫോർ റുട്ടീൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ്. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റിനൊക്കെ വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചാർജസ് വരാതെയും ബിൽസ് ഒന്നും പേയ്മെൻറ്റ് വേണ്ട വരാതെയും അവർക്കത് ഹെൽപ്ഫുൾ ആണ്. സെക്കൻഡ് വൺ ഇസ് ഫോർ പ്രൊവൈഡേഴ്സ്. അപ്പോൾ പ്രൊവൈഡേഴ്സിൻ്റെ കേസിൽ എൻകറേജസ് കോംപ്രഹെൻസീവ് കെയർ പ്ലാനിങ് വിത്തിൻ ദ ഡിഫൈൻഡ് പീരീഡ്. ആ ഒരു പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ പീരീഡിൽ എന്തൊക്കെ കെയർ പ്ലാനിങ് ആണ് ആവശ്യമായിട്ട് വരുന്നത്, ഒരു കംപ്ലീറ്റ് കെയർ പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ റെഡ്യൂസ് ബില്ലിംഗ് എറേഴ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് വിത്ത് ഇൻഷുറേഴ്സ്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ബില്ലിങ്ങും അതുപോലെ തന്നെ ഇൻഷുറേഴ്സ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് തേർഡ് വൺ ഇസ് ഫോർ ഇൻഷുറേഴ്സ്. അപ്പോൾ ഇൻഷുറേഴ്സിൻ്റെ കേസിൽ കൺട്രോൾസ് കോസ്റ്റ് ബൈ സ്റ്റാൻഡർഡൈസിങ് പേയ്മെൻറ്റ്സ് ഫോർ റുട്ടീൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. അപ്പോൾ ഒരു റുട്ടീൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൻ്റെ പേയ്മെൻറ്റ്സ് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കോസ്റ്റിൻ്റെ കൺട്രോളിലേക്ക് വരാൻ പറ്റും. നെക്സ്റ്റ് വൺ സിംപ്ലിഫൈസ് ക്ലെയിം അഡ്ജുഡിക്കേഷൻ ആൻഡ് മിനിമൈസസ് ഓവർ ബില്ലിംഗ് റിസ്ക്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബില്ലിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിൽ വേറെ റിസ്ക്കുകളൊന്നും ഉണ്ടാവില്ല, ഓവർ ബില്ലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് ക്ലെയിംസ് എല്ലാം പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാനും പാസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ, in medical billing and coding, the terms XXX, 000, 010 and 090 are used to describe the global surgical period for various procedures. അപ്പോൾ നമ്മൾ എക്സാമിനായാലും നമ്മൾ പല ക്വസ്റ്റ്യൻസിലും കാണുന്നത് ഈ സിമ്പിൾസ് ആയിരിക്കും. XXX, 000, 010, 090 എന്നുള്ളതൊക്കെ ആയിരിക്കും. സോ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് XXX. There is no global period ആണ്. Meaning these procedures are not assigned a global period. Typically they are diagnostic tests or services that are not part of a surgical package. അപ്പോൾ ഈ no global period വരുന്നത് എന്താണ്? certain procedures like ഇപ്പോൾ നമുക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഒരു സർജിക്കൽ പാക്കേജിൻ്റെ പാർട്ടായിരിക്കില്ല. അപ്പോൾ അതിന് ഒരു ഗ്ലോബൽ പീരീഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അതിന് സെപ്പറേറ്റ് ബിൽ പേയ്മെൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾസ് ആർ ലബോറട്ടറി ടെസ്റ്റ്, ഇമേജിംഗ് സ്റ്റഡീസ് ഓർ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. സോ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. സെക്കൻഡ് വൺ 000 വിച്ച് ഇസ് 0-day global period. These are minor procedures or treatments where no post-operative care is included. Follow-up visits are billed separately. സോ ഇതെന്ന് പറയുന്നത് മൈനർ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ലൈക്ക് നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ആ ഒരു ഡേയിൽ മാത്രമുള്ള കാര്യങ്ങളെ ആ ഒരു പാക്കേജ് അല്ലെങ്കിൽ ആ ഒരു ബില്ലിങ്ങിൽ ബണ്ടിൽഡ് ആയിട്ട് വരുള്ളൂ. വേറെ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഡേ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ അല്ലെങ്കിൽ ഒരു ഫോളോ വിസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ്ലി തന്നെ ബില്ല് ചെയ്യേണ്ടതാണ്.
നെക്സ്റ്റ് വൺ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് സിമ്പിൾ ലാസറേഷൻ, റിപ്പയർ ഓർ മൈനർ ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് മോൾ റിമൂവൽ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഡേയിലുള്ള സർവീസിന് മാത്രമേ പേയ്മെൻറ്റ് എഫക്റ്റീവ് ആവുള്ളൂ. പിന്നീട് വരുന്നതെല്ലാം നമ്മൾ സെപ്പറേറ്റ്ലി പേ ചെയ്യേണ്ടതാണ്, അതായത് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യേണ്ടതാണ്. Third one is 010, that is 10-day global period ആണ് ഉണ്ടാവുക. These are minor surgeries with routine post-operative care included in the global fee for the procedure. The global period covers the day of surgery and the following 10 days. Simple excision of skin lesion. So simple excision of skin lesions പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയർ ഡേ ആൻഡ് ഫോർ ദ 10 days up to 10 days നമുക്ക് ഈ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ബണ്ടിൽഡ് ആയിരിക്കും ഈ ഒരു സർവീസിൻ്റെ കൂടെ. ഫോർത്ത് ആണ് 090, ദാറ്റ് ഇസ് 90-day global period ആണ്. These are major surgeries. The payment includes all necessary services normally furnished by the surgeon during the global period. This includes the pre-operative visit, the surgery itself and post-operative care for 90 days. Major abdominal surgeries, joint replacement, heart surgeries അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. So 90 days plus ആ ഒരു പ്രീ ഓപ്പറേറ്റീവ് വിസിറ്റ്, ദ ഡേ പ്രയർ ടു ദി സർജറി ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ആൻഡ് ഓൾസോ ദ സർജറി ഇറ്റ് സെൽഫ് ഇസ് ഇൻക്ലൂഡഡ്. സോ ഇനി നമ്മൾ അത്ര കോമൺ ആയിട്ട് കാണാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. വൈ which is MAC determines whether global concept applies and establishes post-operative period if appropriate at the time of pricing. Codes with YYY are contractor priced codes for which contractors determine the global period. The global period for these codes will be 0, 10 or 90 days. Not all contractor priced codes have a YYY global surgical indicator. Sometimes the global period is specified as 000 സോ ഈ YYY യൂസ് ചെയ്യുന്നത് കോൺട്രാക്ടേഴ്സിന് അവർക്ക് ഓരോ പ്രൊസീജിയേഴ്സിന് ഇതാണ് ഇതിൻ്റെ ഗ്ലോബൽ പീരീഡ് എന്ന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അതിനെയാണ് YYY വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ YYY റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂ ഓർ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയേഴ്സിനെയാണ്. അതായത് ദിസ് കുഡ് റിഫർ ടു എ ന്യൂ ഇന്നോവേറ്റീവ് ഓർ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയേഴ്സ് ദാറ്റ് ആർ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ സ്റ്റാൻഡർഡൈസ്ഡ് CPT കോഡിംഗ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് റിക്വയർ സ്പെഷ്യൽ കൺസിഡറേഷൻ ബൈ ദി ഇൻഷുറേഴ്സ്. അപ്പോൾ ന്യൂ അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് പ്രൊസീജിയറൊക്കെ വരുമ്പോൾ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് CPT കോഡിംഗ് ഇല്ലെങ്കിൽ പക്ഷേ അത് ഇൻഷുറേഴ്സിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻഷുറേഴ്സ് or healthcare providers might use a placeholder or internal code like YYY to represent procedures still under investigation or clinical trial phases. These procedures would generally require prior authorization and careful documentation. അപ്പോൾ അവർക്ക് ഇതൊരു ട്രയൽ ഫേസിൽ അല്ലെങ്കിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ടാണ് YYY എന്നുള്ളതിനെ യൂസ് ചെയ്യുന്നത്. So for example, a new technology or device being used for treatment that does not yet have a CPT code. So CPT കോഡിങ്ങിലേക്ക് വരാത്ത ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഡിവൈസ് ഒരു ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ YYY എന്നുള്ള പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ് ഓർ പ്രൊസീജിയർ യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ട്രയൽസ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ബില്ലിങ്ങിലേക്ക് വരുമ്പോൾ ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് എ ന്യൂ ഓർ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ യു വുഡ് ലൈക്ലി നീഡ് ടു provide clear documentation of the procedure and the patient's involvement in clinical trials. അപ്പോൾ ബില്ലിങ്ങിലേക്ക് വരുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. Also submit a new technology code or use a modifier such as 22 for unusual procedural services to indicate that the service is outside normal parameters. So 22 എന്ന് പറയുന്നത് മോഡിഫൈഡ് 22 എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പ്രൊസീജിയറൽ സർവീസ് ആണ്. ഈ മോഡിഫൈസ് യൂസ് ചെയ്യുന്നത് തന്നെ ഒരു അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ന്യൂ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊരു സെപ്പറേറ്റ്ലി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഔട്ട്സൈഡ് നോർമൽ പാരാമീറ്റേഴ്സ് ആണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ എയ്തർ ഒരു ന്യൂ ടെക്നോളജി കോഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് 22 പോലുള്ളത് യൂസ് ചെയ്യാറുണ്ട്. Next one, make sure the insurance provider approves the procedure for reimbursement, as experimental procedures are often subject to more stringent review.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇൻഷുറൻസ് പ്രൊവൈഡർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയേഴ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് റിപ്പോർട്ട് ചെയ്യാനും പാടുള്ളൂ. So next one is ZZZ. Code related to another service and is always included in the global period of the other services. Not physician work is associated with intra-service time and in some instances the post-service time. While codes with ZZZ are surgical codes, they are add-on codes that you must bill with another service. So ZZZ യൂസ് ചെയ്യുന്നത് when ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കൂടെ വേറൊരു സർവീസ് കൂടി ഇൻക്ലൂഡഡ് ആകുമ്പോഴാണ്. ദാറ്റ് ഇസ് ലൈക്ക് ഒരു ആഡ് ഓൺ കോഡ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ദർ ഇസ് നോ പോസ്റ്റ് ഓപ്പറേറ്റീവ് വർക്ക് ഇൻക്ലൂഡഡ് ഇൻ ദി പേയ്മെൻറ്റ് ഫോർ ദി ZZZ കോഡ്സ്. പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഫോർ ബോത്ത് ദ പ്രൈമറി ആൻഡ് ദ ആഡ് ഓൺ കോഡ്സ് and the global period assigned is applied to the primary code. There are times when the modifier 26 may be appropriate for use with the global surgery indicator of ZZZ to see specific procedures where the 26 modifier may be appropriate. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പ്രൈമറി പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബില്ലിങ്ങിലേക്ക് ആ ഒരു പ്രൈമറി പ്രൊസീജിയർ ആൻഡ് ഓൾസോ ആഡ് ഓൺ കോഡ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ നമ്മളിവിടെ മോഡിഫൈഡ് 26 ഒക്കെ അപ്പെൻഡ് ചെയ്യാറുണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്നൊക്കെയുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് MMM, which is for maternity codes. Usual global period does not apply. Maternity codes typically refer to the codes used for childbirth related procedures including labor, delivery and postpartum care. These codes are different from other surgical or medical procedure codes in that the യൂഷ്വൽ ഗ്ലോബൽ പീരീഡ് ഡസ് നോട്ട് അപ്ലൈ. അപ്പോൾ ഈ മെറ്റേണിറ്റി കോഡ്സിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ലേബർ, ഡെലിവറി, പോസ്റ്റ്മോർട്ടം കെയർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഇതിൻ്റെ ഗ്ലോബൽ പീരീഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഉള്ള ഒരു ഗ്ലോബൽ പീരീഡ് അല്ല. ദിസ് ആർ സെപ്പറേറ്റ്. ഈ ഒരു സർജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഡിഫറെൻ്റ്ലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഗ്ലോബൽ പീരീഡ്സ് എന്ന് പറയുന്നത് ഫോർ മോസ്റ്റ് പ്രൊസീജിയേഴ്സ് എ ഗ്ലോബൽ പീരീഡ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ടു കവർ ദ കോസ്റ്റ് ഓഫ് pre-operative, intra-operative and post-operative care. This period can range from 0 days, no post-operative care included, to 90 days ലോങ്ങർ ആണ്. അതായത് ഗ്ലോബൽ പീരീഡ്സിൽ മോസ്റ്റ് ഓഫ് ദി പ്രൊസീജിയേഴ്സിലും നമുക്ക് എന്താണ് പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രാ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് 0 days തൊട്ട് 90 days വരെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് മെറ്റേണിറ്റി കെയർ, which typically includes a package of services that cover a broader time frame than what is usually encompassed in the global period for other surgeries. So maternity കെയറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ഗ്ലോബൽ പീരീഡിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ദിസ് കെയർ ഇൻക്ലൂഡ് പ്രീനേറ്റൽ വിസിറ്റ്സ്, മെഡിക്കൽ കെയർ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി, ലേബർ ആൻഡ് ഡെലിവറി, the actual birth process including any complications, postpartum care, follow-up care for the mother after delivery ആണ്. സോ മെറ്റേണിറ്റി കെയറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പ്രീനേറ്റൽ വിസിറ്റ്സ്, ലേബർ ആൻഡ് ഡെലിവറി, അതുപോലെ പോസ്റ്റ്മോർട്ടം കെയർ എല്ലാം ഈ ഗ്ലോബൽ പീരീഡിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. Given the nature of maternity care, the services are not bundled under a typical global period. Instead, maternity codes often have specific billing guidelines that include all services related to the pregnancy and delivery under one billing code without applying a standard global period like other surgical procedures. So, പറഞ്ഞു വരുമ്പോൾ മെറ്റേണിറ്റി കെയറിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്ലോബൽ പീരീഡ് എന്ന് സെറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ബാക്കിയുള്ള ടിപ്പിക്കൽ ഗ്ലോബൽ പീരീഡ് പോലെ സർവീസസ് ബണ്ടിൽഡും അല്ല. അതിന് പകരം നമുക്ക് മെറ്റേണിറ്റി കോഡ്സിൽ സ്പെസിഫിക് ബില്ലിംഗ് ഗൈഡ് ലൈൻസ് ആണുള്ളത്. ഓക്കെ. Thus, for maternity care, the global concept doesn't apply in the usual sense, as the entire scope of care before, during and after delivery is treated as a single package for billing purposes. അപ്പോൾ ബില്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ പാക്കേജ് ആയിട്ടാണ് ഈ മെറ്റേണിറ്റി കെയറിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ബിഫോർ, അതായത് പ്രിനേറ്റൽ വിസിറ്റ്, ഡെലിവറി, ലേബർ ആൻഡ് ഡെലിവറി ആൻഡ് ഓൾസോ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്നുള്ള രീതിയിലാണ് ബില്ലിംഗ് പ്രോസസ്സ് ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അല്ലാതെ ഒരു ഗ്ലോബൽ പീരീഡ് ആയിട്ടല്ല, യൂഷ്വൽ ഗ്ലോബൽ പീരീഡ് കൺസെപ്റ്റിലല്ല ഇവിടെ വന്നിട്ടുള്ളത്. സോ ദിസ് എൻഷ്യൂർസ് ദാറ്റ് സർവീസസ് സച്ച് എസ് പ്രീനേറ്റൽ വിസിറ്റ്, പോസ്റ്റ്മോർട്ടം കെയർ ആർ ഇൻക്ലൂഡഡ് വിത്തൗട്ട് ദ നീഡ് ടു അപ്ലൈ എ ഗ്ലോബൽ പീരീഡ്.
സോ മെറ്റേണിറ്റി കെയറിൽ ഓൾറെഡി ഈ പ്രീനേറ്റൽ വിസിറ്റും പോസ്റ്റ്പാർട്ടം കെയർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആസ് മെറ്റേണിറ്റി കെയറിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബില്ലിംഗ് ഗൈഡ് ലൈൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ സോ ഇൻ എസെൻസ് മെറ്റേണിറ്റി കെയർ ഇസ് ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ഫ്രം അതർ സർജിക്കൽ ഓർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഡ്യൂ ടു ഇറ്റ്സ് യുണീക്ക് നേച്ചർ വിച്ച് ഇസ് വൈ ദി യൂഷ്വൽ ഗ്ലോബൽ പീരീഡ് ഡസ് നോട്ട് അപ്ലൈ. ബാക്കി പ്രൊസീജിയേഴ്സ് പോലെ നമുക്കൊരു ഗ്ലോബൽ പീരീഡ് ഓക്കെ ഇതിനെ മേജർ പ്രൊസീജിയേഴ്സിൽ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ മൈനർ പ്രൊസീജിയറായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് മെറ്റേണിറ്റി കെയറിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിനെ സെപ്പറേറ്റ് ഒരു സർജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയർ ഒരു യുണീക്ക് നേച്ചറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്പെസിഫിക് ബില്ലിംഗ് ഫോമാറ്റ് തന്നെ ഉണ്ട്. നെക്സ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് കോഡിംഗ് എൻഷ്യൂർ ആക്യുറേറ്റ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കോഡിംഗ് ഓഫ് പ്രൊസീജിയേഴ്സ് ടു റിഫ്ലക്ട് ദി അപ്രോപ്രിയേറ്റ് ഗ്ലോബൽ പീരീഡ്. സോ കോഡിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കോഡിംഗ് ഓഫ് പ്രൊസീജിയേഴ്സിന് അതായത് അപ്രോപ്രിയേറ്റ് ഗ്ലോബൽ പീരീഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കോഡിങ്ങിന് എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓൺ ബില്ലിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നോ വെൻ അഡീഷണൽ സർവീസസ് ക്യാൻ ബി ബിൽഡ് സെപ്പറേറ്റ്ലി. ഫോർ ഇൻസ്റ്റൻസ് for 000 and XXX all follow-up visits are billed independently. സോ ബില്ലിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സർവീസസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഇസ് 000 XXX എന്നൊക്കെ പറയുന്നതിൽ ഫോളോ വിസിറ്റ്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബില്ല് ചെയ്യേണ്ടതാണ്. For 010 and 090 post-operative visits related to the procedure are not billed separately unless unrelated. സോ ഈ 010 and 090 എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ 10 days ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇൻക്ലൂഡഡ് ആണ്, നെക്സ്റ്റ് വണ്ണിൽ 90 days ഓഫ് കെയർ ഇൻക്ലൂഡഡ് ആണ്. സോ അതിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സോ സർവീസസോ വരുമ്പോൾ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ആഫ്റ്റർ ടൈം ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബില്ല് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സം കോമൺ ബില്ലിംഗ് സിനാരിയോസ് ഇൻവോൾവിംഗ് ഗ്ലോബൽ പീരീഡ്സ്. ഫസ്റ്റ് സിനാരിയോ പ്രൊസീജിയർ വിത്ത് 000 ഗ്ലോബൽ പീരീഡ് ആണ്. എ പേഷ്യൻ്റ് അണ്ടർഗോസ് എ സിമ്പിൾ സ്കിൻ ടാഗ് റിമൂവൽ ആണ്. സോ അതിൻ്റെ CPT കോഡ് വിൽ ബി വിത്ത് 00 ഗ്ലോബൽ പീരീഡ് ആണ്. സോ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ പേഷ്യൻ്റ് റിട്ടേൺസ് 2 days ആഫ്റ്റർ വിത്ത് റെഡ്നെസ് അറ്റ് ദി സൈറ്റ്. പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു സിമ്പിൾ സ്കിൻ ടാഗ് റിമൂവൽ അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 days ആഫ്റ്റർ പേഷ്യൻ്റ് ഒരു റെഡ്നെസ് ആയിട്ട് വരികയാണ്. Since there is no global period coverage for follow-up care, you can bill separately for the E&M service. Use the appropriate E&M code ആണ്. No modifier is required. Next, the second scenario ആണ് a patient has a minor wound repair. സോ ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് റിട്ടേൺസ് 3 days ലേറ്റർ ഫോർ സ്യൂച്ചർ റിമൂവൽ ആൻഡ് വൂണ്ട് ചെക്ക്. അപ്പോൾ ഓൾറെഡി ഒരു മൈനർ വൂണ്ട് റിപ്പയർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മൈനർ വൂണ്ട് റിപ്പയർ എന്ന് പറയുമ്പോൾ 10 days ഓഫ് ഗ്ലോബൽ പീരീഡ് ആണ് വരുന്നത്. ദാറ്റ് ഇസ് 10 days ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ പേഷ്യൻറ്റിന് ഇൻക്ലൂഡഡ് ആണ്. സോ ഇപ്പോൾ പേഷ്യൻ്റ് 3 days ലേറ്റർ സ്യൂച്ചർ റിമൂവൽ ആൻഡ് വൂണ്ട് ചെക്കിനാണ് വന്നിട്ടുള്ളത്. സോ സ്യൂച്ചർ റിമൂവൽ ആൻഡ് ഫോളോ അപ്പ് കെയർ ആർ റിലേറ്റഡ് ടു ദി പ്രൊസീജിയേഴ്സ്. ആദ്യം ചെയ്ത പ്രൊസീജിയറിൽ റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി ബില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് ദ വിസിറ്റ് ഇസ് ഫോർ ആൻ അൺറിലേറ്റഡ് കണ്ടീഷൻ, ഇപ്പം ഒരു ഇയർ പെയിനൊക്കെ ആയിട്ടാണ് പേഷ്യൻ്റ് വരുന്നതെങ്കിൽ നമ്മൾ E&M കോഡ് വിത്ത് മോഡിഫൈഡ് 24 ബില്ല് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് തേർഡ് സിനാരിയോ ആണ് എ പേഷ്യൻ്റ് അണ്ടർഗോസ് എ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആണ്. സിറ്റുവേഷൻ 1 എന്ന് പറയുന്നത് പേഷ്യൻ്റ് റിട്ടേൺസ് 2 weeks ലേറ്റർ വിത്ത് സ്വെല്ലിംഗ് ഇൻ ദി സർജിക്കൽ നീ ആണ്. ഓൾറെഡി ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് വിച്ച് ഇസ് എ മേജർ പ്രൊസീജിയർ. സോ അതിൻ്റെ ഒരു ഗ്ലോബൽ പീരീഡ് എന്ന് പറയുന്നത് 90 days ആണ്. സോ ഇപ്പോൾ പേഷ്യൻ്റ് 2 weeks ലേറ്റർ ആഫ്റ്റർ ദ സർജറി 2 weeks കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് സ്വെല്ലിംഗ് ആയിട്ട് വരികയാണ്. സോ ദിസ് ഇസ് ദ പാർട്ട് ഓഫ് എക്സ്പെക്റ്റഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. അതുകൊണ്ട് തന്നെ നമ്മളത് സെപ്പറേറ്റ്ലി ബില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ സിറ്റുവേഷൻ 2 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു നീ റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി അണ്ടർഗോ ചെയ്ത പേഷ്യൻറ്റ് നൗ ദ പേഷ്യൻറ്റ് ഡെവലപ്സ് എ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ 3 weeks പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൻഡ് വിസിറ്റ്സ് ദി സർജൻ ഫോർ ഇവാലുവേഷൻ. ഇപ്പോൾ ഒരു 3 weeks ആഫ്റ്റർ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബട്ട് ഈ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഇസ് അൺറിലേറ്റഡ് ഫ്രം ടോട്ടൽ നീ സർജറി ആയിട്ട് ഒരു റിലേറ്റഡ് അല്ലാത്ത കണ്ടീഷനായിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വരികയാണെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള E&M സർവീസ് കോഡ് വിത്ത് മോഡിഫൈഡ് 24 അപ്പെൻഡ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, ഇതിൽ ഇൻക്ലൂഡ്സ് ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ടിങ് ദി അൺറിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ, അതല്ല ആ ഒരു നീ റീപ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് 90 ഡേയ്സിനുള്ളിൽ വരികയാണെങ്കിൽ നമ്മളത് സെപ്പറേറ്റ്ലി ബില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അൺറിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആനം സർവീസ് കോഡ് വിത്ത് മോഡിഫൈഡ് 24 ടു റെപ്രസെൻറ്റ് ദാറ്റ് ആദ്യത്തെ പ്രൊസീജിയറും രണ്ടാമത്തെ പ്രൊസീജിയർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇവാലുവേഷനും അൺറിലേറ്റഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 24 യൂസ് ചെയ്യുന്നത്. Scenario 4 pre-operative visit ആണ് for a major surgery. A patient has a scheduled abdominal surgery. So situation എന്ന് പറയുന്നത് the surgeon sees the patient 1 day before surgery for pre-operative evaluation. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മേജർ സർജറി അല്ലെങ്കിൽ ഈ 90 ഡേയ്സ് ഗ്ലോബൽ പീരീഡ് വരുന്ന സർജറിയുടെ ഒക്കെ കേസിൽ നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് വിസിറ്റ്, അതായത് ഡേ ബിഫോർ ദി സർജറി വിസിറ്റ് വരുന്നത് ഇവാലുവേഷനും എല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആണ്, ഈ ഗ്ലോബൽ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ്ലി ബില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് ഫിഫ്ത്ത് സിനാരിയോ കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ഗ്ലോബൽ പീരീഡ് ആണ്. ഒരു കോംപ്ലിക്കേഷൻ വരികയാണ് ഡ്യൂറിങ് ദി ഗ്ലോബൽ പീരീഡ്, ദാറ്റ് ഈസ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ദി OR ആണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ അൺപ്ലാൻഡ് റിട്ടേൺ വരികയാണ്. എ പേഷ്യൻറ്റ് ഹൂ ഹാഡ് ആൻ അപ്പൻഡക്ടമി, അപ്പോൾ ഡെവലപ്സ് ആൻഡ് ആബ്സസ് റിക്വയറിങ് ഡ്രെയിനേജ് ആണ്. അപ്പോൾ അപ്പൻഡക്ടമി എന്നൊക്കെ പറയുന്നത് ഒരു മേജർ പ്രൊസീജിയറിൽ ഇൻക്ലൂഡഡ് ആണ്. സോ 090 ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 90 ഡേയ്സ് ഗ്ലോബൽ പീരീഡുള്ള ഒരു പ്രൊസീജിയറാണ് അണ്ടർഗോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അൺപ്ലാൻഡ് റിട്ടേൺ ആണ് ഡ്യൂ ടു ദി കോംപ്ലിക്കേഷൻ പേഷ്യൻറ്റ് വന്നിട്ടുള്ളത്. സോ അഡീഷണൽ പ്രൊസീജിയർ ഇസ് ബില്ലബിൾ യൂസിങ് ദ സെയിം CPT കോഡ് വിത്ത് മോഡിഫൈഡ് 78. അപ്പോൾ അൺപ്ലാൻഡ് റിട്ടേൺ ടു ദി ഓപ്പറേറ്റിംഗ് റൂം ഡ്യൂറിങ് ദി ഗ്ലോബൽ പീരീഡ് ആണെങ്കിൽ നമ്മൾ മോഡിഫൈഡ് 78 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഫോർ ദി കോംപ്ലിക്കേഷൻ റിമെയിൻസ് പാർട്ട് ഓഫ് ദി ഒറിജിനൽ ഗ്ലോബൽ പീരീഡ്. ആ ഒരു കോംപ്ലിക്കേഷനുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എല്ലാം ഈ ഗ്ലോബൽ പീരീഡിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ഒരു അൺപ്ലാൻഡ് വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ, അഡീഷണൽ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ബില്ല് ചെയ്തിട്ട്, അതായത് ആ കോഡ് CPT കോഡ് യൂസ് ചെയ്തിട്ട് മോഡിഫൈഡ് 78 കൂടി അവിടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. സിനാരിയോ 6th one, same day procedure with the global period ആണ്. That is, a patient has 2 minor procedures, one with 10-day global period and one with 000 global period ആണ്. So for procedures on the same day, multiple procedures in the modifier 51 is also to be used for the second procedure to avoid bundling. അതായത് 2 മൈനർ പ്രൊസീജിയേഴ്സ് സെയിം ഡേ ചെയ്യുകയാണ്. ഒരെണ്ണത്തിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് 10 ഡേയ്സും ഒരെണ്ണത്തിന് 0 ഡേയ്സും ആണെങ്കിൽ നമ്മൾ രണ്ടും റിപ്പോർട്ട് ചെയ്ത് മോഡിഫയർ 51 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കണം, ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ട്. So by understanding the global period system, patients, providers and insurers can work together to ensure clear expectations, effective recovery care and streamlined billing process. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ പീരിയഡ് സിസ്റ്റത്തിനെ കുറിച്ച് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ പേഷ്യൻസ്, പ്രൊവൈഡേഴ്സ് ആൻഡ് ഇൻഷുറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പ്രോപ്പർ ബില്ലിംഗ് ആൻഡ് റിക്കവറി കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. So I hope the video is helpful. If you feel the video is helpful, please do like, comment and subscribe. Thank you.